ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടാത്തത് എന്ന് നോക്കാം. നമ്മൾ കുറേ പേരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാറുണ്ട് അല്ലേ. അതായത് ആ സാധനങ്ങൾ പുറത്തിരുന്നാലും കേടാവില്ലെങ്കിൽ പോലും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കറണ്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടാത്ത സാധനങ്ങൾ പുറത്ത് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് കേടായി പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുമല്ലേ. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നമ്മുടെ നാട്ടിൽ പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ടൊമാറ്റോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് കേടാവാൻ ചാൻസ് കൂടുതൽ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തണുപ്പൊക്കെ കൂടുമ്പോൾ ടൊമാറ്റോയുടെ ടേസ്റ്റിനും വ്യത്യാസം വരും, പെട്ടെന്ന് അഴുകിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം നനവില്ലാത്ത സ്ഥലങ്ങളിൽ പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്നും പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് വയ്ക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് കവറിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരു കുട്ടയിലോ വല്ലോ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകിപ്പോവും. പിന്നെ അടുത്തതാണ് ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും. മധുരക്കിഴങ്ങെന്ന് തന്നെ ആവും എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ അതും ഫ്രിഡ്ജിനകത്ത് വയ്ക്കേണ്ട. സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട, അത് പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചു വരും. ഇതുപോലെ മുള പൊട്ടിയ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അത് നമുക്ക് കേടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേ ഉരുളക്കിഴങ്ങ് വേസ്റ്റായും പോവും. പിന്നെ സ്വീറ്റ് കോണൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. സ്റ്റോൺ ഫ്രൂട്ട്സ് എന്ന് പറയും, അതായത് പ്ലം, പീച്ചസ് ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ തണ്ണിമത്തനൊക്കെ പുറത്ത് വെച്ചാൽ മതി. കട്ട് ചെയ്യണതിന് മുന്നേ ആണ് പുറത്ത് വെച്ചാൽ മതി, കേടൊന്നും ആവില്ല. പിന്നെ ആപ്പിൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്, പക്ഷേ 2 വീക്ക് വരെ ആപ്പിൾ കേടാകാതെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ അവക്കാഡോ ഒന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, പുറത്ത് വയ്ക്കുമ്പോഴാണ് അത് പെട്ടെന്ന് പഴുത്തും കിട്ടുന്നത്. പിന്നെ നന്നായിട്ട് പഴുത്ത് കിട്ടിയാൽ മാത്രം അവക്കാഡോ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ കുറേ കാലം കേടാവാതിരിക്കും. പഴമൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. പഴം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തോല് കറുത്ത് പോവും. അത് പെട്ടെന്ന് പഴുത്ത് അഴുകിപ്പോവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കേടാകാതെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.